പ്രിയമുള്ളവരെ, വചനജ്വാല 1696 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 23 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ബാറൂക്ക് ആരംഭിക്കുന്നു. ബാറൂക്ക് ജെറമിയായുടെ ഗുമസ്തനായിരുന്നു. ബാറൂക്ക് ബാബിലോണിൽ വെച്ച് എഴുതി ജെറൂസലേമിലേക്ക് എഴുതി കൊടുത്തതാണ് ഈ ഗ്രന്ഥം. എന്നാൽ പലരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇത് ഒരു സമാഹാരമാണെന്നും പറയപ്പെടുന്നുണ്ട്. ദീർഘമായ ആമുഖത്തിന് ശേഷം തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം യാചിച്ചുകൊണ്ടും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള ഒരു പ്രാർത്ഥനയാണ് ആദ്യ ഭാഗം. ജ്ഞാനത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗീതമാണ് അടുത്ത ഭാഗം. പ്രവാസത്തിലാണ്ടുപോയ മക്കളെ ചൊല്ലി വിലപിക്കുന്ന ജെറൂസലേമിനെ ആശ്വാസം പകരുന്ന വചനങ്ങളാണ് തുടർന്ന് നാം കാണുക. പ്രവാസം അവസാനിക്കാറായി. അവളുടെ മക്കൾ താമസിയാതെ തിരിച്ചു വരും. അനുബന്ധം എന്നോണം നിൽക്കുന്ന അവസാന അധ്യായം വിഗ്രഹങ്ങളെ പുച്ഛിച്ചുകൊണ്ടും വിഗ്രഹാരാധകർക്കെതിരെ താക്കീത് ചെയ്തുകൊണ്ടും ജെറമിയ എഴുതിയ ഒരു കത്താണ്. പ്രവാസികളുടെ മതാത്മക ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയും പ്രവാസം എങ്ങനെ ജീവിത നവീകരണത്തിന് ഉപകരിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ. നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. ബാബിലോണിലെ സമ്മേളനം. നേരിയായുടെ പുത്രൻ ബാറൂക്ക് ബാബിലോണിൽ വെച്ച് എഴുതിയ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. നേരിയ മാസായുടെയും മാസയ സെദക്കിയായുടെയും സെദക്കിയ ഹസാദിയായുടെയും ഹസാദിയ ഹിൽക്കിയായുടെയും പുത്രനാണ്. 5-ാം വർഷം മാസത്തിന്റെ 7-ാം ദിവസം കൽദായർ ജെറൂസലം പിടിച്ചടക്കി അഗ്നിക്കിരയാക്കിയപ്പോഴാണ് ഇത് എഴുതിയത്. യൂദാ രാജാവായ യഹോയാക്കിമിന്റെ പുത്രൻ യഖോനിയായും ഈ ഗ്രന്ഥം വായിച്ചു കേൾക്കാൻ എത്തിയ ജനവും കേൾക്കെ ബാറൂക്ക് ഇത് വായിച്ചു. പ്രഭുക്കന്മാരും രാജാക്കന്മാരും ശ്രേഷ്ഠന്മാരും ഉൾപ്പെടെ ബാബിലോണിയൽ സുന്ദരിയുടെ തീരത്ത് വസിച്ചിരുന്ന വലിയവരും ചെറിയവരുമായ എല്ലാ ജനവും കേൾക്കെ ഇത് വായിച്ചു. അപ്പോൾ അവർ വിലപിക്കുകയും ഉപവസിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓരോരുത്തരും കഴിവനുസരിച്ച് കൊടുത്ത പണം അവർ ശേഖരിച്ചു. അവർ അത് ഷെല്ലൂമിന്റെ മകനായ ഹിൽക്കിയായുടെ മകനും പ്രധാന പുരോഹിതനുമായ യഹോയാക്കാമിനും അവനോടൊത്ത് ജെറൂസലേമിനുണ്ടായിരുന്ന പുരോഹിതന്മാർക്കും ജനങ്ങൾക്കുമായി അയച്ചു കൊടുത്തു. അതേസമയം ബാറൂക്ക് സീവാൻ മാസം 10-ാം ദിവസം യൂദാ ദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാനായി ദേവാലയത്തിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട പാത്രങ്ങൾ എടുത്തു. യൂദാ രാജാവായ ജോസിയായുടെ മകൻ സെദക്കിയ നിർമ്മിച്ച വെള്ളിപ്പാത്രങ്ങളായിരുന്നു അവ. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യഖോനിയായും രാജകുമാരന്മാരെയും ലോഹപ്പണിക്കാരെയും കുലീനരെയും ദേശത്തെ ജനങ്ങളെയും ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയതിനു ശേഷമാണ് ഈ പാത്രങ്ങൾ സെദക്കിയ നിർമ്മിച്ചത്. അവർ പറഞ്ഞു,
ഇതോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പണവും അയക്കുന്നു. ഈ പണം കൊണ്ട് 2 ദഹനബലിക്കും പാപപരിഹാര ബലിക്കും ധാന്യബലിക്കും വസ്തുക്കളും സുഗന്ധദ്രവ്യവും വാങ്ങി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിങ്കൽ സമർപ്പിക്കണം. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെയും അവന്റെ പുത്രൻ ബെൽഷാഷാറിന്റെയും ആയുസ്സിന് വേണ്ടിയും അവരുടെ ഐഹിക ജീവിതം സ്വർഗീയ ജീവിതമാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെയും അവന്റെ മകൻ ബെൽഷാസാറിന്റെയും സംരക്ഷണത്തിൽ ജീവിച്ച് അവരെ ദീർഘകാലം സേവിക്കുന്നതിനും അവരുടെ പ്രീതി നേടുന്നതിനുമായി കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും കണ്ണുകൾക്ക് പ്രകാശവും നൽകും. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഞങ്ങൾ പാപം ചെയ്തു. അവിടുത്തെ കോപവും ക്രോധവും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടത്തോട് പ്രാർത്ഥിക്കുവിൻ. ഉത്സവ ദിവസങ്ങളിലും നിർദ്ദിഷ്ട കാലങ്ങളിലും കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് നിങ്ങൾ ഏറ്റുപറയുന്നതിന് വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ പുസ്തകം വായിക്കണം. തെറ്റുകൾ ഏറ്റുപറയുന്നു. നിങ്ങൾ പറയണം, നമ്മുടെ ദൈവമായ കർത്താവായ ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ പറയണം, നീതി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെതാണ്. യൂദയായിലെ ജനവും നിവാസികളും നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഇന്നുവരെ ലജ്ജിതരാണ്. എന്തെന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങൾ അവിടുത്തെ അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് നൽകിയ കൽപ്പനകൾ അനുസരിക്കുകയോ ചെയ്തില്ല. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാത്തവരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരും ആണ്. തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിന് അവകാശികളാക്കാൻ വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തൻ്റെ ദാസനായ മോശ വഴി കർത്താവ് അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ മേൽ ഉണ്ട്. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല. എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചും ഞങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്ക് ഏറെ സുപരിചിതനായ വിശുദ്ധ സെന്റ് ജോർജിനെ അനുസ്മരിക്കുന്ന സുദിനമാണ്. ലോകമാസകലം അഖില കത്തോലിക്കർക്കും വിശുദ്ധനോടുള്ള ഭക്തിയും വിശുദ്ധന്റെ നാമധേയത്തിലുള്ള പല തീർത്ഥസ്ഥലങ്ങളും സെന്റ് ജോർജിന്റെ മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിനും മാധ്യസ്ഥ ശക്തികൾക്കും തെളിവാണ്. ആരോഗ്യ ദൃഢഗാത്രനായ സൈനികോദ്യോഗസ്ഥനായ ജോർജ് ചക്രവർത്തിയുടെ മതപീഡനത്തെ എതിർത്തപ്പോൾ ജയിലിലടയ്ക്കുകയും പിന്നീട് പല പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ വന്നപ്പോൾ ശിരച്ഛേദം ചെയ്യുകയുമാണ് ഉണ്ടായത്. സൈനിക വേഷത്തിൽ ഒരു കുതിരപ്പുറത്ത് ഒരു വ്യാളിയെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ എന്നും വിശ്വാസ തീഷ്ണതയോടെ ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ്. പ്രിയമുള്ളവരെ,
വിശുദ്ധ ജോർജിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു.